സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. ദൈവത്തിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 11-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തായിരുന്നപ്പോൾ കാണാതെ പോയ ആടിനെക്കുറിച്ചുള്ള ഉപമയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. ഇടയൻ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ സന്തോഷിച്ചുകൊണ്ട് അതിനെ ചുമലിലെടുത്ത് വീട്ടിലേക്ക് പോകുന്നു. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ പോലെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. മേരി സ്റ്റീഫൻസൺ എഴുതിയ ഒരു പദ്യത്തിന്റെ ആശയം ഇങ്ങനെയാണ്: ഒരു രാത്രിയിൽ അവൾ കർത്താവിനോട് കൂടെ ഒരു കടൽക്കരയിൽ നടക്കുന്നതായി സ്വപ്നം കണ്ടു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ 2 പേരുടെയും കാൽപാദങ്ങൾ. എന്നാൽ അവൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചില സ്ഥലങ്ങളിൽ ഒരാളുടെ കാൽപാദങ്ങൾ മാത്രമേ കാണുവാൻ കഴിഞ്ഞുള്ളൂ. അവളെ അത് വളരെ ചിന്താകുലപ്പെടുത്തി. അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞ സന്ദർഭങ്ങളിലാണ് ഒരാളുടെ കാൽപാദങ്ങൾ മാത്രമായി അവൾ കണ്ടത്. അവൾ വളരെ വിഷമത്തോടെ കർത്താവിനോട് ചോദിച്ചു: ഇതെന്താണ് കർത്താവേ? ഞാൻ നിന്നെ അനുഗമിച്ചാൽ നീ എപ്പോഴും എന്നോടുകൂടെ നടക്കാമെന്ന് വാഗ്ദത്തം ചെയ്തതാണല്ലോ. എന്നാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ സന്ദർഭങ്ങളിൽ നീ എന്റെ കൂടെ നടക്കാതെ എന്നെ തനിയെ വിട്ടതെന്താണ്? അതിന് കർത്താവ് അവളോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: മകളെ, നിന്റെ പ്രയാസഘട്ടങ്ങളിൽ ഞാൻ നിന്നെ തോളിലെടുക്കുകയായിരുന്നു. നീ കണ്ട ഒരാളുടെ കാൽപാദം അത് നിന്റേതല്ല, എന്റേത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകുന്നു. അവിടുന്ന് വാക്കുമാറുന്ന ദൈവമല്ല. നമ്മുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് നമ്മെ നടത്തിയ വഴികൾ എത്ര അതിശയകരമാണ്. നമ്മുടെ രോഗത്തിൽ, നമ്മുടെ പരീക്ഷകളിൽ നാം തളർന്നു വീണപ്പോൾ അവിടുന്ന് നമ്മെ തോളിലെടുത്ത് തന്റെ മാർവോട് ചേർത്ത് നടത്തിയില്ലേ? നമ്മുടെ ക്ഷീണാവസ്ഥയിൽ അവിടുന്ന് നമ്മെ പതുക്കെ നടത്തിയില്ലേ? നമുക്ക് തിരിഞ്ഞൊന്ന് നോക്കാം. അവിടുന്ന് നമ്മെ വിശ്വസ്തയോടെ എടുത്തു നടത്തിയ വഴികൾ നമുക്കൊന്ന് കാണാം. നമ്മുടെ കർത്താവിനെ നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഇത്രയും നാൾ നമ്മെ നടത്തിയ ദൈവം അന്ത്യം വരെയും നമ്മെ നടത്തുവാൻ ശക്തനാകുന്നു. ഈ നല്ല ഇടയനിൽ നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാം, ആശ്രയിക്കാം. അതിനായി നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വിലയേറിയ പരിപാലനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ അർപ്പിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച ഇന്ന് ഞങ്ങളെ നടത്തുന്ന ഈ നല്ല ഇടയനെ അനുഗമിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ആമേൻ. ഓരോ ദിനവും നാഥനോടൊപ്പം കേൾക്കൂ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ജീവിതത്തിൻ നേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ജീവിതത്തിൻ നേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ധൈര്യം നൽകിയിടും വചനം നൽകി നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ?